ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 1ാം സെമസ്റ്ററിലെ കേരള സംസ്കാരം എന്ന ഭാഗത്തിലെ 31ാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ കുലശേഖര ഭരണകാലത്തെ സാമൂഹിക ജീവിതത്തെയും മൂഴിക്കുളം കച്ചത്തെപ്പറ്റിയുമാണ് വിശദമാക്കുന്നത്. അപ്പം കുലശേഖര ഭരണാധികാരികൾ മതസൗഹാർദ്ദത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ഏത് മതം പ്രചരിപ്പിക്കുവാനും ജനങ്ങൾക്ക് അക്കാലത്ത് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ജൈന ബുദ്ധ മതങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിച്ച ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ കേരള ഭൂവിഭാഗത്തിൽ ജൈന ബുദ്ധ മതങ്ങളുടെ സ്വാധീനം ക്ഷയിച്ചു തുടങ്ങുന്നതും ഈ കാലത്താണ്. അപ്പം വൈദിക മതവും ജൈനമതവും ശൈവ വൈഷ്ണവ മതങ്ങളിലൂടെ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി തീർന്നു. അപ്പോൾ ശങ്കരാചാര്യരുടെ ജനനവും ഈ കാലത്താണ് നടക്കുന്നത്. കേരളത്തിലെ കാലടിയിലാണ് ശങ്കരാചാര്യർ ജനിച്ചത്. അക്കാലത്ത് നിലനിന്നിരുന്ന ജൈന ബുദ്ധ മതങ്ങളുടെ സ്വാധീനം ഇല്ലാതാക്കുവാൻ ശങ്കരാചാര്യരുടെ പ്രവർത്തനങ്ങളും ഒരു നിമിത്തമായതായി കണക്കാക്കാം. അപ്പം ജൈന ബുദ്ധ പുരോഹിതന്മാരുമായി ശങ്കരാചാര്യർ ആശയ സംഘട്ടനത്തിൽ ഏർപ്പെടുക പതിവായിരുന്നു. അപ്പം ജൈന ബുദ്ധ പുരോഹിതന്മാരുമായി ശങ്കരാചാര്യർ സംഘട്ടനത്തിൽ ഏർപ്പെടുകയും അവരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ദേഹം നശ്വരമായാലും ആത്മാവ് നിലനിൽക്കും എന്ന അദ്വൈതവാദത്തെ ശങ്കരാചാര്യർ സാധാരണക്കാരുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചു. അപ്പം അന്ന് നിലകൊണ്ടിരുന്ന സ്വീകരിക്കാവുന്നതിനെ എല്ലാത്തിനെയും സ്വീകരിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യർ തൻ്റെ ദർശനങ്ങളെ മുന്നോട്ട് വച്ചത്. അപ്പം ശൈവ വൈഷ്ണവ മതങ്ങളെ ഹിന്ദുമതത്തിലേക്ക് ആകൃഷ്ടരാകുവാൻ ഈ ഒരു സമ്പ്രദായം സഹായകമായി. അപ്പോൾ ദൈവങ്ങളുടെ പേരിൽ ശൈവ വൈഷ്ണവ മതങ്ങൾ തമ്മിൽ ഇക്കാലത്ത് കലഹം നടത്തിയിരുന്നു. ശിവനാണ് ഏറ്റവും പ്രാമുഖ്യമുള്ള ദൈവമെന്ന് ശൈവരും, വിഷ്ണുവാണ് ഏറ്റവും പ്രാഗൽഭ്യമേറിയ ദൈവം എന്ന് വൈഷ്ണവ ജനവിഭാഗവും വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ആശയ സംഘടനം പല രീതിയിലും നടന്നു. അപ്പം ദൈവത്തിൻ്റെ പേരിലുള്ള ഈ മത്സരം അത് നല്ലതല്ല എന്ന് ശങ്കരാചാര്യർ അവരെ ബോധ്യപ്പെടുത്തി. അപ്പോൾ ഹിന്ദുമതത്തെ മറ്റാർക്കും തകർക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു മതമാക്കി രൂപപ്പെടുത്തിയെടുത്തത് ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്ത തത്വമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അപ്പം ഇതൊക്കെ ആണെങ്കിലും ഇവർ തമ്മിലുള്ള പരസ്പര ആക്രമണങ്ങൾ അക്കാലത്ത് നിലനിന്നിരുന്നില്ല. ഇവർ ആശയ സംഘടനകൾ മാത്രമേ നിലനിന്നിരുന്നുള്ളൂ എന്ന് സാരം. അപ്പോൾ ശങ്കരാചാര്യനെ പോലെ തന്നെ അക്കാലത്ത് ജീവിച്ചിരുന്ന മറ്റ് 2 മീമാംസകരാണ് കുമാരല ഭട്ടനും പ്രഭാകരനും. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം നിലവിൽ വന്നത് ഈ കാലത്താണ്. ഈ ക്ഷേത്രങ്ങൾ സാംസ്കാരിക പുരോഗതിക്ക് വളരെയേറെ സഹായകമായിട്ടുണ്ട് താനും. അപ്പോൾ അക്കാലത്ത് ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമായിരുന്നില്ല. പിന്നെ അതിനോടനുബന്ധിച്ച് മറ്റ് സ്ഥാപനങ്ങളും സാംസ്കാരിക സാമൂഹിക സ്ഥാപനങ്ങളും നിലനിന്നിരുന്നു. അതായത് വക്കാണിക്കട മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുന്നതിന് ഉള്ള കേന്ദ്രങ്ങൾ. അതായത് ഇന്നത്തെ ലൈബ്രറി പോലെ അന്ന് നിലനിന്നിരുന്ന പ്രസ്ഥാനമാണ് വക്കാണിക്കട മണ്ഡപങ്ങൾ. അപ്പം അതുകൂടാതെ കലാകേന്ദ്രങ്ങൾ ഇവയെല്ലാം ഈ ക്ഷേത്രങ്ങളോട് അനുബന്ധിച്ച് നടന്നിരുന്നു. ഈ കലാകേന്ദ്രങ്ങളിൽ നൃത്യം, സംഗീതം, ചിത്രകല എന്നിവ അഭ്യസിക്കുന്നതിനും ഈ അഭ്യസിച്ച കലകൾ
അവതരിപ്പിക്കുന്നതിനും ഉള്ള വേദികൾ, അവസരം ഉണ്ടായിരുന്നു എന്ന് ചുരുക്കം. അപ്പോൾ കുലശേഖര രാജാക്കന്മാരിൽ തന്നെ ആഴ്വാർമാരും നായനാർമാരും ഉണ്ടായിരുന്നു. അപ്പം ആഴ്വാർമാരും നായനാർമാരും ആരാണ്? ബുദ്ധ, ജൈന, ശൈവ വൈഷ്ണവ മതപ്രചാരകന്മാരാണ്. അപ്പം ബുദ്ധ ജൈന മതങ്ങളും അക്കാലത്ത് നിലനിന്നിരുന്നു. ബ്രാഹ്മണർ നാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപിച്ചിരുന്നു. എങ്കിലും അവരുടെ ആധിപത്യം ആ കാലഘട്ടത്തിൽ അംഗീകരിച്ചിരുന്നില്ല. ശങ്കരാചാര്യരുടെ അദ്വൈത വേദാന്ത പദ്ധതിക്ക് പരക്കെ അംഗീകാരവും ഇക്കാലത്ത് ലഭിച്ചിരുന്നു. അപ്പോൾ AD 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ വന്ന ക്രിസ്ത്യാനികളും ഒരു സംഘടിത ശക്തിയായി ആ കാലത്ത് നിലകൊണ്ടു. അപ്പോൾ ജൂതന്മാരും മുസ്ലിങ്ങളും അവരവരുടെ പ്രവർത്തനങ്ങളിൽ വ്യാപൃതരായിരുന്നു. എന്നാൽ ഇവരാരും തമ്മിൽ പരസ്പരം മത്സരം നടന്നിരുന്നില്ല. ഈ ജാതി വിഭാഗങ്ങളെല്ലാം നിലനിന്നിരുന്ന ഒരു കാലഘട്ടമാണ് 8-ാം നൂറ്റാണ്ട് വരെയുള്ള 8-ാം നൂറ്റാണ്ടല്ല 11-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടം എന്ന് പറയാം. അപ്പം കല്ലും മരവും ഉപയോഗിച്ചുള്ള ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിച്ചതും ഏത് നൂറ്റാണ്ടാണ്? 8-ാം നൂറ്റാണ്ടോട് കൂടിയാണ്. അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ പ്രചാരത്തിന് ക്ഷേത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഭരണാധികാരികൾ ഇതിനായി ധനസഹായവും നൽകിയിരുന്നു. ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ഭരണാധികാരികളുടെ കടമയാണ് എന്ന ബോധം പൊതുവിൽ നിലനിന്നു വന്നിരുന്നു. അപ്പോൾ അത് മാത്രമല്ല, സമൂഹത്തിൽ ബ്രാഹ്മണരുടെ സംഖ്യ വർദ്ധിക്കുകയും അവർ ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരായി തീരുകയും ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതോടെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ച് ബ്രാഹ്മണരെ ഏൽപ്പിക്കുന്ന ഒരു രീതിയും നിലവിൽ വന്നു. അപ്പോൾ ശുചീന്ദ്രം, തിരുവനന്തപുരം ക്ഷേത്രം, നാവായിക്കുളം, തിരുവല്ല, തൃക്കടിത്താനം, വൈക്കം ക്ഷേത്രം, ഏറ്റുമാനൂർ ക്ഷേത്രം, തൃശ്ശൂർ മഹാദേവ ക്ഷേത്രം തുടങ്ങി ഇന്നു കാണുന്ന പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെല്ലാം നിലവിൽ വന്നത് കുലശേഖരന്മാരുടെ ഭരണകാലത്തിലാണ് എന്ന് വ്യക്തമാണ് എന്ന് പറയാം. അപ്പോൾ ക്ഷേത്രങ്ങൾ വളർച്ച പ്രാപിച്ചതോടുകൂടി ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിനായി സമിതികളും നിലവിൽ വന്നു. ഈ സമിതികളെ സഭ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ സഭകളിൽ കൂടുതൽ അംഗങ്ങളും ബ്രാഹ്മണരായിരുന്നു ഉണ്ടായിരുന്നത്. ഇവരെ സഭാ ആര്യർ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അങ്ങനെ രൂപപ്പെട്ട ഊരാള സഭകളുടെ കാര്യദർശിയാണ് പൊതുവാൾ എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പം ഊരാള സഭയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് കരം ഒഴിവായി വസ്തുവകകൾ നൽകിയിരുന്നു. ഇതിനെയാണ് വരുത്തി എന്ന് അറിയപ്പെട്ടത്. അപ്പം ഈ ഊരാള സഭകളിൽ നിന്നും 2 അംഗങ്ങളെ തിരഞ്ഞെടുക്കും. എന്തിനാണ്? അവരാണ് ക്ഷേത്ര കാര്യങ്ങൾ നിർവഹിക്കുന്നത്. അവർ ഒരു നിർവാഹക സമിതി പോലെ ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെട്ട് ദൈനംദിന കാര്യങ്ങൾ നടത്തി വന്നിരുന്നു. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ അന്നന്ന് തന്നെ രേഖപ്പെടുത്തുക മാത്രമല്ല, അന്നന്ന് രേഖപ്പെടുത്തുന്ന വരവ് ചെലവ് കണക്കുകൾ മറ്റ് ആളുകൾക്ക് ബോധ്യപ്പെടുവാൻ വേണ്ടി അന്നന്ന് തന്നെ വരവ് ചെലവുകൾ വായിച്ച് പൊതുജനങ്ങളെ അറിയിക്കണമായിരുന്നു. അപ്പം പെരുമാൾ നിയമിക്കുന്ന കോയിലധികാരിയായിരുന്നു ക്ഷേത്ര സംബന്ധിയായ എല്ലാ കാര്യങ്ങളുടെയും പരമാധികാരി. അപ്പം എല്ലാ ക്ഷേത്രങ്ങളുടെയും പരമാധികാരി കോയിലധികാരി ആയിരുന്നു എന്ന് വ്യക്തമായും നമുക്ക് മനസ്സിലാക്കാം. ഈ ഊരാള സമിതിയിൽ നിന്ന് ക്ഷേത്രം വക വസ്തുക്കൾ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സമ്പ്രദായവും നിലനിന്നിരുന്നു. അപ്പം ഇങ്ങനെ പാട്ടത്തിനെടുക്കുന്ന ആളിനെയാണ് കാരാളൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. അപ്പം കൃഷി ചെയ്ത് കിട്ടുന്നതിൻ്റെ നിശ്ചിത വിഹിതം ഈ കാരാളൻ ക്ഷേത്രത്തിലേക്ക് അടയ്ക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാത്തവർക്കെതിരെയും ശിക്ഷാവിധികൾ പ്രഖ്യാപിച്ചിരുന്നു, അല്ലെങ്കിൽ നടപ്പിലാക്കിയിരുന്നു. അപ്പോൾ ക്ഷേത്രങ്ങൾ വളർച്ച പ്രാപിക്കുകയും ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നതിന് നിയതമായവും കർശനവുമായ നിയമസംഹിതകൾ രൂപപ്പെടുകയും ചെയ്ത ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്ന് വ്യക്തമാണ്. അപ്പം ഈ നിയമങ്ങൾ ക്ഷേത്രഭരണവുമായി ബന്ധപ്പെട്ട കോയിലധികാരിയും ഊരാള സഭയും ചേർന്നാണ് ഏറ്റെടുക്കുന്നത്.
അപ്പം ഇതിനെയാണ് കച്ചങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പം ഓരോ ക്ഷേത്രങ്ങളിലും കച്ചങ്ങൾ നിലവിൽ വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചമാണ് മൂഴിക്കുളം കച്ചം. അപ്പോൾ എന്താണ് മൂഴിക്കുളം കച്ചം? എല്ലാ ക്ഷേത്രങ്ങളിലെയും പ്രതിനിധികൾ കോയിലധികാരികളുടെ നേതൃത്വത്തിൽ മൂഴിക്കുളത്ത് ഒത്തുചേരുകയും ക്ഷേത്രത്തിൻ്റെ മുതൽ സംരക്ഷിക്കുന്നതിനായി എല്ലാ ക്ഷേത്രങ്ങൾക്കും ബാധകമാകുന്ന വിധത്തിൽ ഒരു പൊതു നിയമാവലിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഇതിനെയാണ് മൂഴിക്കുളം കച്ചം എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ തിരുനെല്ലി മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും കണ്ടുകിട്ടിയിട്ടുള്ള വിവിധ ശാസനങ്ങളിൽ നിന്നും മൂഴിക്കുളം കച്ചത്തെപ്പറ്റിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. 10-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തോടെ ഈ കച്ചം നിലവിൽ വന്നതായും കാണാം. ഈ നിയമാവലി കേരളം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആ മൂഴിക്കുളം കച്ചത്തിൻ്റെ ഒരു പ്രാധാന്യം. അപ്പം ഊരാളർ ക്ഷേത്രം വക സ്വത്തുക്കൾ ദുർവിനിയോഗം ചെയ്യാതിരിക്കുവാനും കാരാളർ നിർവഹണത്തിൽ വീഴ്ച വരുത്താതിരിക്കുവാനും ഇതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവർക്ക് ഉചിതമായ ശിക്ഷാ നടപടികൾ നൽകുന്നതിനുള്ള തീരുമാനവും മൂഴിക്കുളം ശാസനത്തിൽ അനുശാസിക്കുന്നുണ്ട്. അപ്പം മൂഴിക്കുളം കച്ചത്തെ ദുർവ്യാഖ്യാനം ചെയ്യാതിരിക്കുവാനുള്ള വ്യവസ്ഥയും ഇതിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. കാരാളരുടെ മേൽ അമിത അധികാരം ചെലുത്തി അവരെ ആക്കാതിരിക്കുവാനുള്ള വ്യവസ്ഥയും ഇതിൽ കാണാം. അപ്പം ക്ഷേത്ര സ്വത്തുക്കൾ മറ്റാവശ്യത്തിന് വിനിയോഗിക്കരുതെന്നും ക്ഷേത്രങ്ങളിലെ നിത്യകർമ്മങ്ങൾ യഥാവിധി നടത്തണമെന്നും മൂഴിക്കുളം ശാസനം അനുശാസിക്കുന്നുണ്ട്. അപ്പം ദീർഘദൃഷ്ടിയുള്ള തീരുമാനങ്ങളാണ് മൂഴിക്കുളം കച്ചത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു. സുഹൃത്തുക്കളെ, സാമൂഹിക ജീവിതം ആണ് ഇന്ന് നമ്മൾ കുലശേഖര പഠനകാലത്തിൽ സാമൂഹിക ജീവിതമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു വിഷയവുമായി എത്താം. ഇനിയും കേരള സംസ്കാരത്തെപ്പറ്റി ധാരാളം വീഡിയോകൾ ഇടാനുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.